ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഒരു ക്ലച്ചിൻ്റെ ലിവർ മാറ്റാം. എം ടിയുടെ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മാറ്റി കൊടുത്താണ്. പിന്നെയും കൊണ്ടുപോയി ഒരു പ്രാവശ്യം കൊണ്ട് മറിച്ച് പിന്നെയും മാറ്റാൻ ഇവിടെ വന്നേക്കാണ്. അപ്പോൾ ഇതാണ് ക്ലച്ച് ലിവർ. ഇതിന് ഷേപ്പ് തന്നെ വ്യത്യാസമുണ്ട്, അതൊന്ന് മാറ്റിക്കളയാം. ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് മറച്ചിന് ആഴ്ചയിൽ ലിവറൊക്കെ മാറണം. ഇതിന് പ്രത്യേകത ഇതിനകത്ത് ഈ വണ്ടിയുടെ ലിവറിന് ഇതിൻ്റെ അകത്തൊരു ബുഷൊക്കെ ഉണ്ട്. സാധാരണ വണ്ടികൾക്ക് അങ്ങനത്തെ ബുഷൊന്നുമില്ല, ഈ വണ്ടിക്ക് മാത്രമുള്ള സെപ്പറേറ്റ് പുഷൊക്കെ കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ബുഷ്. ഈ ലിവറിൻ്റെ അകത്ത് ഒരു ബുഷ് ഇടും. അഴിക്കുമ്പോൾ ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അത് നോക്കിയിട്ട് വേണം അഴിക്കാൻ. ചെറുതായിട്ടൊരു പീസൊക്കെ തേക്കും, എന്നിട്ട് ബുഷിൻ്റെ ഉള്ളിലോട്ട് വെക്കും. അത്ര ഉള്ള പരിപാടി വർക്കിംഗ് ആയി. അത് തന്നെ, പിള്ളേരൊക്കെ ഭയങ്കര വണ്ടിയും കൊണ്ട് സ്പീഡിൽ പോകാം. ഇത് 150 cc. ഇതിൻ്റെ പല പല വെർഷനുണ്ട്. ഇത് 150 cc, പിന്നെ 200. ഇതിന് വലിയ പവറൊന്നുമില്ല. ഇത് പിള്ളേര് ഒതുക്കി വിടുമല്ലോ. ഇത് മറ്റേ R15 ഇല്ലേ, R15, അതിൻ്റെ എഞ്ചിൻ തന്നെ, സെയിം എഞ്ചിനാണ്. ആ എഞ്ചിൻ വെച്ച് പല വണ്ടി ഇറക്കേണ്ടി വരും. ഒരു എഞ്ചിൻ വെച്ച് തന്നെ കുറേ മോഡൽ ഇറക്കണത്രേ ഉള്ളൂ. ശരിക്കും ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള മോഡൽ വണ്ടികളൊക്കെ ഉണ്ട്, വലിപ്പമുള്ളത്, എഞ്ചിൻ പവറൊക്കെ ഉള്ളത്. അത് നോക്കിയില്ലെങ്കിൽ പണിയാവും. ഇതിൻ്റെ പിറം കൂടി മാറണം. ഇത്ര ഉള്ളു ക്ലച്ച് ലിവർ മാറേണ്ട കാര്യം. അപ്പം നിങ്ങൾക്കും ചെയ്യാവുന്നേ ഉള്ളൂ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.